നമുക്ക് ഇന്ന ഏരിയ എന്നൊന്നും ഇല്ല. നമ്മൾ മൃഗങ്ങളെ കാണുന്നിടത്ത് പോവുക, വെടിവെക്കുക, പോച്ചിങ് നടത്തുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇനി ഞങ്ങൾ ചാകുന്നിടം വരെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് അതിന് ഞങ്ങളിത് പ്രൊട്ടക്റ്റ് ചെയ്യും. സങ്കടമുണ്ട് പറയുന്നത്. പണ്ടത്തെ ആ നടത്തിയേ 30 വർഷങ്ങൾക്ക് മുമ്പ് കുമളിയിലെ കാടുകളിൽ മൃഗങ്ങളെ അനധികൃതമായി വേട്ടയാടിയിരുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 90ഓളം ആളുകളുണ്ടായിരുന്ന ഈ ഗ്രൂപ്പിലെ 2 പ്രമുഖരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, കുഞ്ഞുമോൻ ചേട്ടനും സദാനന്ദൻ ചേട്ടനും. ഒരു കാലത്ത് ഈ കാടിനെ വിറപ്പിച്ച് നടന്നവർക്ക് ഇപ്പോഴീ കാടിനെയും അതിലെ മൃഗങ്ങളെയും സംരക്ഷിക്കുന്ന ചുമതലയാണുള്ളത്. കാടിൻ്റെയും കാട്ടിലെ ഓരോ മൃഗങ്ങളുടെയും ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇവരുടെ കൂടെയാണ് ഇന്ന് നമ്മൾ കാട് കയറുന്നത്. കുഞ്ഞുമോൻ ചേട്ടൻ്റെയും സദാനന്ദൻ ചേട്ടൻ്റെയും ജീവിതകഥകളുമെല്ലാം കേട്ട് കാട്ടിലൊരു ദിവസം താമസിച്ച് കാട്ടിലെ കാഴ്ചകളും മൃഗങ്ങളെയും എല്ലാം കണ്ട് പിറ്റേ ദിവസം കാടിറങ്ങുന്നു. അപ്പോഴെങ്ങനെയാ യാത്ര തുടങ്ങുകയല്ലേ? പെരിയാർ ടൈഗർ റിസർവിലെ ടൈഗർ ട്രെയിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം എടുത്താലാണ് നമുക്ക് ഇവരുടെ കൂടെ കാട് കയറാൻ പറ്റുള്ളൂ. കാട് കയറാനുള്ള കൺസെൻറ്റ് ഫോം എല്ലാം സൈൻ ചെയ്തതിന് ശേഷം ട്രെക്കിങ്ങിന് വേണ്ട അത്യാവശ്യ ബ്രീഫിംഗ് എല്ലാം തന്ന് കുഞ്ഞുമോൻ ചേട്ടൻ നമ്മളെയും കൊണ്ട് കാട് കയറാൻ തുടങ്ങി. പെരിയാർ ടൈഗർ റിസർവിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററോളം നടന്നു വേണം നമുക്ക് ക്യാമ്പ് സൈറ്റിലേക്ക് എത്താൻ. ഈ ടൈഗർ ട്രെയിൽ പ്രോഗ്രാമിൽ ഒരു ദിവസം 6 ഗസ്റ്റുകളെയാണ് അലോ ചെയ്യുന്നത്. മെയിൻ ഗേറ്റിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം ട്രെക്ക് ചെയ്ത് ബോട്ട് ലാൻഡിങ്ങിലെത്തി അവിടുന്ന് ലേക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ക്യാമ്പ് ഷെഡിലേക്ക് എത്താൻ. ആദ്യത്തെ 2 കിലോമീറ്റർ നടത്തത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ നടക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും അനിമൽ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ കുഞ്ഞുമോൻ ചേട്ടൻ തേടി കണ്ടുപിടിച്ച് തരും. അത്രയ്ക്ക് എക്സ്പേർട്ടാണ് നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടൻ. എടുക്ക് സാറേ, ഇപ്പോൾ എടുക്ക്. കിട്ടിയോ? ഗ്രൗണ്ട് ക്രസ്റ്റ് അല്ലേ? ഓക്കെ, ആ കിട്ടിയോ? അത് മോളിൽ ഇരിക്കുന്നു സാറേ. ഇങ്ങോട്ട് ഇച്ചിരി നിൽക്കുമോ സാറേ? പോകുന്ന വഴിക്ക് കാടിനെക്കുറിച്ച് പല കാര്യങ്ങളും കുഞ്ഞുമോൻ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഈ മനുഷ്യനുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. എത്രമാത്രം ഇഷ്ടത്തോടെയാണ് ഈ ജോലി അദ്ദേഹം ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന EDC ഓഫീസിനടുത്ത് വെച്ചാണ് നമ്മൾ ലേക്ക് ക്രോസ് ചെയ്യുന്നത്. നിങ്ങൾ നേച്ചർ വാക്കിനൊക്കെ വരുമ്പോഴും ഈ വഴിയെ തന്നെയാണ് പോകുന്നത്. ക്യാമ്പ് സൈറ്റിലേക്ക് പോകുന്ന ട്രെക്കിംഗ് പാത്തിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് EDC ഓഫീസിൽ നിന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെക്കിംഗ് തുടങ്ങി കുറച്ചു നേരം കൊണ്ട് തന്നെ എലിഫൻറ്റ് സൈറ്റിംഗ് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ടൈഗർ ട്രെയിൽ ടീമിലെ സ്റ്റാഫിൻ്റെ പ്രത്യേകത അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. കൂടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ദിവസം എത്ര അനിമൽസിനെ മാക്സിമം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ഈ ടീമിലുള്ള എല്ലാവരും. അതിപ്പം നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടനാണെങ്കിലും നമ്മുടെ കൂടെ വരുന്ന BFO വിൽവിച്ചൻ സാറാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്. നിങ്ങളിപ്പോൾ ഈ കണ്ടതുപോലെ ട്രെക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരോടെല്ലാം ആനയുടെ പ്രസൻസും മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളെ ഒരിടത്ത് ഇരുത്തിയിട്ട് ആനകൾ സ്ഥിരം വരുന്ന ഒരു പോയിന്റിലേക്ക് അതവിടെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് കുഞ്ഞുമോൻ ചേട്ടൻ പോവുകയാണ്. ഇവരുടെ ഈ ആത്മാർത്ഥത തന്നെയാണ് ടൈഗർ ട്രെയിലിൻ്റെ വിജയവും. ഇതൊരു ബീറ്റർ ഇരിക്കുന്നുണ്ടോ? കുഞ്ഞുമോൻ ചേട്ടൻ ആദ്യം പോയി നോക്കിയെടുത്ത് ആനകളില്ലായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം നമുക്ക് ഈ ഒരൊറ്റ ട്രിപ്പിൽ എത്ര മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഒരു മോഴയടക്കം 19 ആനകൾ, 54 കാട്ടികൾ, ഇത്ര എണ്ണത്തിന് നമുക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റി. ആ കിടിലൻ കാഴ്ചകളെല്ലാം പുറകെ വരുന്നുണ്ട്. നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കരിയില ഇണങ്ങുന്ന സൗണ്ട് കേട്ടാലും അപ്പം നിന്ന് നോക്കും. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഉടുമ്പ്. ആ മരത്തിൻ്റെ പുറകിലായിട്ട് അവൻ ഇരിക്കുന്നത് കണ്ടോ? ശരിക്കും കണ്ട മരം പോലെയേ തോന്നുള്ളൂ. അനങ്ങുമ്പം മാത്രമാണ് നമുക്കവനെ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്.
അങ്ങനെ നടന്ന് നമ്മൾ ക്യാമ്പ് ഷെഡിനടുത്ത് എത്താറായപ്പോഴത്തേക്കിനും നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടി. എല്ലാവരും നിന്ന് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ? ഇനി എല്ലാവരും കാണുന്ന കാഴ്ച എന്താണെന്നല്ലേ, അതും കാണിച്ചു തരാം. ഒരു വലിയ ആന ഫാമിലി, ഒരു കുട്ടിയാന അവിടെ നിന്ന് എഴുന്നേക്കുന്നത് കണ്ടോ? മൊത്തം 11 ആനകളുണ്ട് കേട്ടോ. അതിൽ 2 എണ്ണം ആനക്കുട്ടികളാണ്. നമ്മുടെ സദാനന്ദൻ ചേട്ടനാണ് ഇവർ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇവരെ കറക്റ്റായിട്ട് എണ്ണുകയും ചെയ്തു. ഇനി 11 എന്നുള്ള കൗണ്ടിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളോട് വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കിക്കോ. നമുക്കിനി നമ്മുടെ സദാനന്ദൻ ചേട്ടനോടൊക്കെ അവരുടെ പഴയ കാലത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചാലോ? സദാനന്ദൻ ചേട്ടാ, നമ്മുടെ പോച്ചിങ് കരിയറിനെ കുറിച്ച് ഒന്ന് പറയാമോ? കോച്ചിങ്, അതായത് ഞങ്ങൾ 22 പേരുണ്ടായിരുന്നതിൽ ആദ്യമേ 90 പേരെ ഉണ്ടായിരുന്നത്. ആ 90 പേരിൽ ഉണ്ടായിരുന്നതിൽ ഞങ്ങൾ കോച്ചിങ് ചെയ്യലെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇവിടുത്തെ നല്ലൊരു DFO, ഞങ്ങളുടെ അപ്പനെന്ന് പറയാം, ബെന്നിച്ചൻ സാറ്, ശ്രീ ബെന്നിച്ചൻ സാറാണ് ഞങ്ങളെ വിളിച്ച് ഇതിനകത്ത് കൂട്ടിയതും. അന്ന് ഞങ്ങൾക്ക് കുറച്ച് റെക്പാത്തിൻ്റെ പണി, ഫയർലൈൻ്റെ പണിയൊക്കെ തന്നു. ഈ പ്രോഗ്രാം ഒന്നും ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ പ്രോഗ്രാമൊക്കെ സാറിൻ്റെ തലയിൽ കയറിയതാണ് ഈ പ്രോഗ്രാം. അതായത് കാടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് 8 ക്യാമ്പ് സൈറ്റാക്കി തന്നു. 8 ക്യാമ്പ് സൈറ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടൈഗർ ട്രെയിൽ ഒരു പ്രോഗ്രാമാക്കി. അന്നെന്ന് പറയുമ്പോൾ പോച്ചിങ് ഉണ്ടായിരുന്നു. 2005 കൂടി പോച്ചിങ്ങുകാരെ എല്ലാം ഞങ്ങൾ പിടിച്ചു കൊടുത്തപ്പോൾ കാട് 100% സേഫ്റ്റിയായി. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒന്ന് ടൈഗർ ട്രെയിൽ, ഒന്ന് ബാംബു റാഫ്റ്റിങ്. അതായത് ആൾ കുറഞ്ഞതനുസരിച്ച് നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈഗർ ട്രെയിൽ മാത്രമേ ഉള്ളൂ. പോച്ചിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാട്ടുപോത്ത്, പന്നി, മ്ലാവ്, അല്ല ആന, കടുവ, കരടി, പുലി അങ്ങനെയുള്ള വേട്ടയൊന്നും ഇല്ലായിരുന്നു. മീറ്റിന് വേണ്ടിയിട്ടാണ്. ഇത് സീക്രട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുകയുള്ളൂ, അല്ല വെളിയിലൊന്നും യൂസ് ചെയ്യാറില്ല. പറയല്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിടി വീഴും. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പം നല്ല സൗകര്യത്തിലാണ് ഞങ്ങൾ പോണത്. നല്ലൊരു പ്രോഗ്രാം തന്നു, ജീവിതമാർഗം, അങ്ങനെ ഒക്കെ ആയിരുന്നു. അങ്ങനെ ഹാപ്പി, വെരി ഹാപ്പി, ജീവിതം വെരി ഹാപ്പി. സാധനം ചേട്ടാ, നമ്മുടെ പോച്ചിങ് ലൈഫിലും ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു മാറിക്കഴിഞ്ഞ് കാടിൻ്റെ ഹീറോ ആയി കഴിഞ്ഞിട്ടുള്ള ലൈഫിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഏതാ പറയുന്നത്? അത് ഒത്തിരി കാണും, എന്നാലും ഒത്തിരി ഉണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ഇത് കാണുന്ന ഈ വിഷ്വൽ കാണുന്ന ഗസ്റ്റുകൾക്ക് ഒരു ചെറിയൊരു പേടി തോന്നും. അതുകൊണ്ട് ഞാനത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ വേണമെങ്കിൽ നേരിട്ട് പറയാം, അല്ല നമുക്ക് ഓൺ റെക്കോർഡിൽ പറയുന്നില്ല. അപ്പൊ അത്രയ്ക്ക് ഭയങ്കര 2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പറയാനൊക്കത്തില്ല. അല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാൻ ആനയിട്ട് ഓടിച്ച കഥയേ ഉള്ളൂ. അതായത് ഗസ്റ്റിനെ ഞങ്ങളെ എല്ലാവരും കൂടി ആന ഓടിച്ചു, വെള്ളത്തിൽ ചാടി, റാഫ്റ്റ് എടുത്തു, റാഫ്റ്റെ കയറ്റി രക്ഷപ്പെടുത്തിയ കഥയൊക്കെ ഉണ്ട്. അങ്ങനെ ആന മാത്രം ഓടിച്ചിട്ടില്ല, വേറെ ആനിമൽസ് ആയിട്ടുള്ള വലിയ കരടിയുണ്ട്. കരടി പിന്നെയുള്ള 2 ഇൻസിഡന്റ് പറയാൻ പറ്റത്തില്ല. 2 ഭീകരതയാ. അതറിയണമെങ്കിൽ ടൈഗർ ട്രെയിൽ എടുത്ത് വരുന്നവർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു നേരിട്ട് പറയുന്നത്. സദാനന്ദൻ ചേട്ടൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. സ്വന്തം ജീവിതകഥ പറയുമ്പോഴത്തേക്കിനും കുഞ്ഞുമോൻ ചേട്ടൻ മെല്ലെ ക്യാമറയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു, ഒരുവിധം പിടിച്ചിരുത്തിയാണ്. അപ്പം കുഞ്ഞുമോൻ ചേട്ടാ, നിങ്ങൾ ഈ കാട്ടിലോട്ട് പോച്ചിങ്ങിനൊക്കെ കയറുമല്ലോ, അപ്പോഴത്തേക്കിനും എത്ര ദിവസത്തേക്കിനാണ് കാട് കയറുന്നത്? ഒരു ഹണ്ടിന് കയറുമ്പോഴത്തേക്കിനും 10-11 ദിവസമൊക്കെ കഴിഞ്ഞേ വരും. 11 ദിവസം. സാറേ, അതെ, പിന്നെ അവിടുന്ന് പോയി വേട്ടയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ 1-2 പേരല്ല, 8 പേരെങ്കിലും കുറഞ്ഞത് കാണും. ഈ 8 പേർക്കും പിന്നെ ലഗേജ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടുന്ന് പോരാ. അതാണ് ഈ 11 ദിവസമൊക്കെ പിടിക്കുന്നത്. ഇറച്ചി, ബീഫ്, കാട്ടുപോത്തിൻ്റെ ഇറച്ചി, കാട്ടുപന്നി, കാട്ടുപോത്ത്, മ്ലാവ്, അതിനെയൊക്കെയാണ് വെടിവെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പം അന്ന് 11 ദിവസം കഴിയുമ്പോഴത്തേനും നമ്മൾ പിന്നെ കാട്ടിലുള്ളിൽ, അതായത് നമ്മൾ ഇവിടുന്ന് ഒരു കാട്ടിലോട്ടുള്ള ഒരു ക്യാമ്പിലോട്ടുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് കൊണ്ടുപോവാണ്. എല്ലാം കൊണ്ടുപോയി അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് നമ്മളവിടെ പോച്ചിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അത് തന്നെ. അപ്പോൾ അതാ 11 ദിവസം നമ്മൾ അപ്പോൾ ഇങ്ങനെ പോയി കിടക്കുമ്പോൾ ആനയൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഓടി മാറിയിട്ടുണ്ട്. നമുക്ക് ഇന്ന ഏരിയയൊന്നും ഇല്ല. നമ്മൾ മൃഗങ്ങളെ കാണുന്നിടത്ത് പോവുക, വെടിവെക്കുക, പോച്ചിങ് നടത്തുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ
പോയിക്കൊണ്ടിരുന്നത്. ഫോറസ്റ്റിലെ ആൾക്കാരെ പേടിയുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു അന്ന് അത്രയധികം അന്ന് സ്റ്റാഫ്. അത് തീരെ പേടിയുണ്ട്. ഒന്നൊക്കെ ഇവിടെ PTRലൊക്കെ മൊത്തം 7-8 ഗാർഡന്മാർ മാത്രമേ ഉള്ളൂ. അന്ന് ഇത്രയും ഡെവലപ്മെന്റ് ഒന്നും ഇല്ല, ആയിട്ടില്ല. സാറേ ഇത് ചെയ്തത് തന്നെ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, പണിയൊന്നുമില്ല. ഇന്ന് കുമളിയൊന്നും ഇത്രയും ഡെവലപ്മെന്റ് അല്ല. അന്ന് ഞങ്ങൾക്ക് പണിക്ക് പോയാൽ പോലും 10 രൂപ എന്തെങ്കിലും കിട്ടും. 10 രൂപ കൊണ്ടൊന്നും ആകുമല്ല. അന്നേരം ഒത്തിരി പൈസയൊക്കെ വേണം. എല്ലാവരെ പോലെ നടക്കണ്ടേ, കുടുംബം പോറ്റണം. എല്ലാവരെ പോലെ അടിച്ചു പൊളിച്ച് നടക്കണ്ടേ. അതിനു വേണ്ടി മറ്റുള്ളവരൊക്കെ ജോലി അന്നൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ വരുമാനം ഇതൊക്കെ ഉണ്ട്, ആദായമൊക്കെ ഉണ്ട്. അന്നേരം ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ അന്നേരം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്താലേ മറ്റുള്ളവരെ പോലെ. ഇത്രയും വർഷം, അതായത് 20 വർഷത്തിന് ശേഷം നിങ്ങൾ ആ ഒരു ജീവിതത്തിൽ നിന്ന് തിരിച്ച് മാനസാന്തരം വരാനുള്ള കാരണം കൂടെ പറയാമോ? മാനസാന്തരം സാറേ, ഞങ്ങൾക്ക് മെയിനായിട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് 15 കേസുണ്ട്. 15 ദിവസം ഞാൻ കോടതി പോകണം. പിന്നെ ഞാൻ ഇത് അത് എങ്ങനെയാ ഇതുമായിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാമല്ലോ. കൂടുതലും കേസ് കാരണമാണ് ഞങ്ങളെ ആദ്യമത്തെ ഞങ്ങളുടെ ആവശ്യം ഇതായിരുന്നു, ഞങ്ങളുടെ കേരളത്തിലുള്ള കേസ് പിൻവലിക്കുമെന്ന്. അന്നേരം തന്നെ ആ ഡിപ്പാർട്ട്മെന്റിന് തോന്നി, ഞാൻ ഇത് പിൻവലിച്ചു, കേസെല്ലാം കോമ്പൗണ്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ഈ ജോലിയും കൂടെ തന്നു. ഞങ്ങൾക്ക് ജോലി തന്നതിന് ഞങ്ങൾ ചെയ്തതിന്റെ ഇരട്ടി ഉപകാരം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് ചെയ്തു. ഇനി ഞങ്ങൾ ചാകുന്നിടം വരെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് അതിന് ഞങ്ങളിത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതെ, പിന്നെ അന്ന് പോച്ചിങ്ങിന് പോകുമ്പോഴത്തേനും ഇവിടെ അങ്ങനെ മൃഗങ്ങളെ കാണാനില്ല. ഉൾവനത്തിലാണ് പോകുന്നത്, മൃഗങ്ങളെ കാണാനില്ല. അതാണ് കൂടുതലും ഞങ്ങൾ പറയുന്നത്. ഈ 11-12 ദിവസമൊന്നും, ചിലപ്പോൾ 11 അല്ല, ചിലപ്പോൾ 15 ദിവസം കിടക്കേണ്ടതായിട്ട് വരും. അതായത് അവിടെ ഇരിക്കും 15 ദിവസം ഒക്കെ കിടന്നിട്ടുണ്ട്, കിട്ടാതെ വരും. ഇപ്പോൾ അത് പോയിട്ട് നമ്മുടെ ഈ ടൈഗർ ടെയിൽ നിന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തന്നതുകൊണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടോ സാറ്, നിങ്ങളൊക്കെ വന്നല്ലോ, മൃഗങ്ങൾ വല്ലതും ഉണ്ടോ, ആന വല്ലതും ഉണ്ടോ? അന്ന് ഇവിടെയൊന്നും ആനയൊന്നും ഇല്ല. അതായത് തിരിച്ച് ഗസ്റ്റ് ടൈഗർ ടെയിലിൽ വന്നിരുന്ന ഗസ്റ്റ് തിരിച്ച് പോകുമ്പോൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു കരിമന്തിയെ കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതതുപോലെ എവിടുന്ന് നമ്മൾ ആദ്യമേ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെയൊന്നും മൃഗങ്ങളില്ല. ഒത്തിരി നടന്ന് ചില സമയത്തൊക്കെ നടന്നാണ് പോയി മൃഗങ്ങളെയൊക്കെ കണ്ടിരിക്കുന്നത്. അതും ഒരു കാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ കാട്ടുപോത്ത് പേടിച്ചോടി 2 മല കയറിയിട്ടാണ് തിരിച്ച് നോക്കുന്നത്. അതുപോലെ പേടിയായിരുന്നു. ഇപ്പോൾ പേടിയെന്ന് പറയുന്നില്ല. കാരണം അതുപോലെ നമ്മൾ ഒരെണ്ണത്തിനെ അല്ലെ 2 എണ്ണത്തിനെ നമ്മൾ കൊന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ 100 ഇരട്ടി നമ്മളിപ്പോൾ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ സംരക്ഷിക്കും. ഞങ്ങൾക്ക് മറക്കാനാത്ത ഒരു അനുഭവം ഞങ്ങൾ പറയട്ടെ. അതായത് 2003 ഞങ്ങൾ ഈ പിന്നെ കൽക്കട്ടയിൽ നിന്ന്, അത് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞായിരുന്നു ഇല്ല, കൽക്കട്ടയിൽ നിന്ന് ഒരു ടീം ഒരു സർവേക്ക് ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് കൽക്കട്ടയിൽ നിന്ന് ഒരു ടീം വന്നു. അവരിവിടെ സർവേ നടത്തി കേരളം മൊത്തമാകെ, അതായത് വന സംരക്ഷണം ചെയ്യുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സർവേ ഉണ്ടായിരുന്നു. അവരൊരു 16 പേര് ഇവിടെ സർവേക്ക് വന്നിട്ട് ഇവിടെ മൊത്തം ലാസ്റ്റ് വരുന്നത് നമ്മുടെ തേക്കടിയിലാണ്. അങ്ങനെ ഞങ്ങളുടെ കഥകൾ ഇവിടുത്തെ DFO പിന്നെ റേഞ്ച് ഓഫീസർമാരെ എല്ലാവരോടും ഈ പിന്നെ ഞങ്ങളുടെ കഥകളെല്ലാം പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു, അവർ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഞങ്ങൾക്കൊന്ന് കാണണം. അന്ന് ഞങ്ങൾ 22 പേരുണ്ട്. ആ 22 പേരെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു സർവേക്ക് വന്നവർ. അവർ ഞങ്ങളെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. ആ മീറ്റിംഗ് എല്ലാം ഞങ്ങളുടെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവർ ഞങ്ങളെ 22 പേരെ ഫ്രീ ആയിട്ട് കൽക്കട്ടയ്ക്ക് കൊണ്ടുപോയി. കൽക്കട്ട അവിടുത്തെ സുന്ദർബൻ ടൈഗർ കാണിക്കാനായിട്ട്. അങ്ങനെ അവരെ 22 പേരെ പിന്നെ ഇവിടുത്തെ 2-3 സ്റ്റാഫുകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് 22 പേരെ ഫ്രീ ആയിട്ട് കൽക്കട്ടയ്ക്ക് കൊണ്ടുപോയി. അവിടെ താജ് ഹോട്ടലിൽ 7 ദിവസം താജ് ഹോട്ടൽ, അന്നാ ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാകും. അങ്ങനെ അവിടെ 7 ദിവസം ഞങ്ങളെ അവരവിടെ കൊണ്ടുപോയി. അത് ഞങ്ങൾക്ക് മറക്കാനാത്ത ഒരു അനുഭവമാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഇത്രയും വർഷത്തെ കാട് അനുഭവത്തിൽ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ നമ്മുടെ കാട്ടിൽ. നിങ്ങൾക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ട് തോന്നിയേക്കുന്ന മൃഗങ്ങൾ ഏതാണ് സാറേ? നമുക്ക് ഡേഞ്ചറായിട്ട് തോന്നാനുള്ള മൃഗങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഗസ്റ്റുകളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ മൃഗങ്ങളെ കാണിക്കാറുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് എലിഫൻറ്റും പിന്നെ കരടിയാണ്. ഇന്ന് വരെ നമുക്ക് ഈ 27 വർഷത്തിനോടൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 27 വർഷത്തിനോടിടയ്ക്ക് പല പ്രാവശ്യമായിട്ട് ആനയിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഗസ്റ്റിനൊരു അപകടം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഞങ്ങൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്ര സുരക്ഷിതമായിട്ടേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. ഒരു ക്യാമ്പിൽ 4 ഗൈഡും 1 ഗൺമാനും കാണും.
അവരുമായിട്ട് നമ്മൾ 2 പേര് നടക്കാൻ പോകുന്നു, പിന്നെ 2 പേര് കിച്ചണിലിരിക്കുന്നു. ബാക്കിയുള്ള പരിപാടികൾ കഴിഞ്ഞപ്പോൾ 6 മണിയോടുകൂടി ക്യാമ്പിനകത്ത് കയറി വരികയും ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ ഗസ്റ്റിനെ വെളിയിൽ ഇറക്കി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഒത്തിരി അടുത്ത് കൊണ്ടുവന്ന് മൃഗങ്ങളെ കാണിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. എന്നാലും കൊണ്ട് കാണിക്കുക, അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നെന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഒരു 200-100 മീറ്ററൊക്കെ അകലത്തിലേ കാണിക്കുകയുള്ളൂ. നമ്മൾ മൃഗങ്ങളെന്ന് പറയുന്നത് അങ്ങനെ നമ്മളെ ഉപദ്രവിക്കണമെന്നും പറഞ്ഞ് വരുന്നില്ല. ചില ആനകളുണ്ട്, പിന്നെ കണ്ട ഒന്ന് ചാർജ് ചെയ്യും. അത് നമ്മൾ സേഫ്റ്റി ആയിട്ട് നിന്ന് കാണുക. അതായത് പറയുകയാണെങ്കിൽ ഈ കാറ്റിനനുസരിച്ച് ഗസ്റ്റിനെ നിർത്തി കാണാം. നമ്മുടെ സ്മെല്ല് മൃഗങ്ങൾക്ക് ആനയ്ക്ക് അടിക്കാതിരുന്നാൽ മതി. ആനയുടെ സ്മെല്ല് നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല. നമ്മുടെ സ്മെല്ല് ആനയ്ക്ക് കിട്ടരുതെന്നേ ഉള്ളൂ. എന്താണ് സദാനന്ദൻ ചേട്ടൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാൻ? റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് എന്താണ് ചെയ്യാൻ ഒരു ആഗ്രഹിക്കുന്നത്? കാരണവശാലും കാട്ടിൽ കയറിയുള്ള ഒരു പണിയും ചെയ്യല, ഒരു പണിയും ചെയ്യല. അതുപോലെ കാടിനെ അതുപോലെ സ്നേഹിച്ചു പോയി. അതാണ് അതുപോലെ ഒരു സങ്കടമുണ്ട് പറയുന്നത്. പണ്ടത്തെ അത് നടത്തിയേ പണ്ട് ചെയ്തതിനുള്ള പ്രായശ്ചിത്തം ഒരു 100 ഇരട്ടിയായിട്ട് തിരിച്ചു ചെയ്തില്ല. ഇനി അതിനെ സങ്കടപ്പെടുന്നത്. അങ്ങനെ കാഴ്ചകൾ കണ്ടും കഥകൾ കേട്ടും നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തെത്തി. ഇനി നമ്മുടെ ഈ സ്റ്റേ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ടൈഗർ ട്രെയിലിൻ്റെ 1 ഡേ പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 7500 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ 3 നേരത്തെ ഭക്ഷണവും ട്രെക്കിങ്ങും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇവരുടെ തന്നെ ഒരു 2 ഡേ പാക്കേജും അവൈലബിൾ ആണ്. അത് സാറ്റർഡേ സൺഡേസിൽ മാത്രമാണ് കിട്ടുന്നത്. അതിൻ്റെ പ്രൈസ് 2 ദിവസത്തേക്ക് 10000 രൂപയാണ്. ആ പാക്കേജിൻ്റെ ഡീറ്റെയിൽസും മറ്റും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒന്ന് കയറി വായിച്ചു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ക്യാമ്പ് സൈറ്റിന് ഉൾവശം ഒന്ന് കാണാം. ആന ഇഷ്ടം പോലെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ക്യാമ്പ് സൈറ്റിന് ചുറ്റും ട്രെഞ്ചൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന 3 ടെൻറ്റുകളാണ് ഗസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു ടെൻറ്റിൽ 2 പേർക്കാണ് താമസിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് ലക്ഷറിയൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവർ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു അഡ്വഞ്ചർ ക്യാമ്പാണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി ഇവിടെ വരിക. ആ നേരെ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ സ്റ്റാഫിനുള്ള ക്വാർട്ടേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും കിച്ചണിൽ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ നേരത്തെ തന്നെ വന്ന് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വെജിറ്റേറിയൻ സദ്യയാണ് ഇവിടെ ഉച്ചയ്ക്ക് നമുക്ക് കിട്ടുന്നത്. 7-8 കൂട്ടം കറികളും ചോറും എല്ലാമായിട്ട് ഒരു മിനി സദ്യ തന്നെയാണ് ഇവിടെ ഇവർ ഒരുക്കി വെക്കുന്നത്. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും കാട് കയറി. ഈവനിങ് ട്രക്കിങ്ങിൽ എന്തെങ്കിലുമൊക്കെ നല്ല സൈറ്റിംഗ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് നടക്കുന്നത്. ഈ വഴിയിലൂടെ ആന വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. വരുന്ന വഴിക്ക് കണ്ടൊരു മാർക്കിംഗ് ആണ് കേട്ടോ. ഒരു ഹണ്ട് നടന്നതാണെന്നാണ് ഇവർ പറയുന്നത്. വെയിൽ കിട്ടാത്തത് കൊണ്ട് ഇത് ഇന്ന് നടന്നാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇത് പുലി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ പരിസരത്ത് എവിടെ അവനുണ്ട്. നമ്മുടെ വിൽവിച്ചൻ സാറ് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഹണ്ടിൻ്റെ മാർക്കുള്ളത്. ഇവർ പറയുന്നത് വല്ല സാമ്പാർ ഡിയറോ പന്നിയോ വല്ലതും ആയിരിക്കുമെന്നാണ്. പുലിയോ വല്ലതും ആണ് അടിച്ചതെങ്കിൽ നമുക്കവനെ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കാണാൻ പറ്റും. കുഞ്ഞുമോൻ ചേട്ടൻ അതൊന്നും നോക്കാനായിട്ട് അകത്തോട്ട് കയറി പോകുന്നത്. ഒത്തു കിട്ടിയാൽ നമുക്കിന്നൊരു ലെപ്പേഡിനെ കാണാൻ പറ്റും. സാമ്പാർ ഡിയർ അവിടെ എന്തായിരുന്നു ചേട്ടാ? കുഞ്ഞുമോൻ ചേട്ടാ അവിടെ അവിടെ പുലി കയറിയിട്ടുണ്ട് മരത്തേല. ഒത്തിരി പാടൊക്കെ ഉണ്ട്. പുലിയായിരിക്കും പിടിച്ചേക്കുന്നത്. സാറേ ഇതൊരു കണ്ടിങ്ങിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ഇത് ഡിയറിനെ വല്ല ലെപ്പേഡ് ക്യാച്ച് ചെയ്തേക്കുന്ന ടൈഗറല്ല. ടൈഗറിനെ എന്തെങ്കിലുമൊക്കെ പ്രിന്റ് കൊണ്ടാണ്. ഇത് കണ്ടില്ലേ അവിടെ ഹണ്ട് ചെയ്തായിരിക്കും വലിച്ചുകൊണ്ടെങ്ങാണ്ട് പോയേക്കും. മരത്തിൻ്റെ മുകളിലെങ്ങാണ്ടായിരിക്കുന്നത്. നമുക്ക് തീരാനുള്ള സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോകാം. ഓക്കെ. വൈകുന്നേരം ഒരു 5:15 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഹണ്ട് നടന്ന സ്ഥലത്തെത്തിയത്. നമ്മുടെ കയ്യിൽ ഒട്ടും സമയമില്ല. 6:15 ആകുമ്പോഴത്തേക്കിനും നമുക്ക് തിരിച്ച് ക്യാമ്പ് ഷെഡിലേക്ക് എത്തണം. 1 മണിക്കൂറേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കാനുമുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുത്ത് ആ ലെപ്പേഡിനെ തപ്പാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് പണിയാകും. അതുകൊണ്ട് ആ ഒരു ശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് മെല്ലെ തിരിച്ച് നടക്കുകയാണ്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ? വലിയൊരു കൂട്ടം കാട്ടികൾ. ആ ഗ്രൗണ്ട് നിറയെ കാട്ടികളാണ്. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന മാത്രമല്ല, സൈഡിലോട്ടും ഒരുപാട് ആൾക്കാരുണ്ട്.
എത്രമാത്രം കാട്ടികളല്ലേ. ഇത്രയും കാട്ടികൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. വല്ലാത്തൊരു വിഷ്വൽ തന്നെ കേട്ടോ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പോകുന്നത് മൊത്തം 54 കാട്ടികളുണ്ട്. നമ്മുടെ വിൽവിച്ചൻ സാറാണല്ലോ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ആദ്യത്തെ ഒരു 4 എണ്ണം ഓടിക്കേറിയത് ഒഴിച്ചെങ്കിൽ ബാക്കിയെല്ലാം മെല്ലെ നടന്നാണ് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ സ്വസ്ഥമായിട്ട് നിന്ന് എണ്ണീട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് മൊത്തം 54 കാട്ടികളുണ്ടായിരുന്നു എന്ന്. വല്ലാത്തൊരു വിഷ്വൽ തന്നെയായിരുന്നു കേട്ടോ. വൈകിട്ട് ക്യാമ്പ് ഷെഡിലെത്തിയ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഈ ഒരു രംഗം കണ്ടത്. നമ്മുടെ ക്യാമ്പ് ഷെഡിൻ്റെ തൊട്ട് പുറകിലാണ് ഈ 2 ആനകൾ നിൽക്കുന്നത്. നമ്മൾ ആനകളെ തേടി കാടിനകം മൊത്തം അലയുകയായിരുന്നു. പക്ഷേ ഇവരപ്പുറത്തെങ്ങാണ്ട് കറങ്ങി തിരിഞ്ഞിട്ട് രാത്രിയായപ്പം നമ്മുടെ അടുത്തോട്ട് തന്നെ വന്നു. ആ ചാരം തന്നെ അല്ലേ? നല്ല കുട്ടിയാ, മുഴുത്തയാനയാണ്. ഇതില്ലേ അവിടെ നോക്ക്, നിങ്ങള് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന ആളെ വേണ്ട. അതെ സാറേ, അതെ. ഇവനാണ് ഇവിടുത്തെ കണ്ണൻ. നമ്മുടെ ക്യാമ്പ് ഷെഡിലെ വേസ്റ്റൊക്കെ കഴിക്കാനായിട്ട് വരുന്നതാണ്. ഇവൻ ഇവിടുത്തെ ഒരു സ്ഥിരം കക്ഷിയാണ് കേട്ടോ. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവൻ ഇവിടെ തന്നെ കാണും. ആനകളെ ഇത്ര അടുത്ത് കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നത്. ചപ്പാത്തിയും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും എല്ലാമാണ് ഡിന്നറിനുള്ളത്. ഇവിടെ ചിക്കൻ മെനുവിൽ ഇൻക്ലൂഡഡ് അല്ല. നമ്മൾ ചിക്കൻ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവർ നമുക്കത് പ്രിപ്പയർ ചെയ്ത് തരും. ഗുഡ് മോർണിംഗ്. ഈ കാട്ടിൽ കിടന്നുറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. പിന്നെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഈ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് ആ ഒരു ഫീല്. ശരിക്കും നിങ്ങൾ ഇതുവരെ കാട് കയറിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കാട് കയറണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രാവശ്യം കാട് കയറിയെങ്കിൽ പിന്നെയും കാട്ടിലോട്ട് വരും. അതാണ് കാടിൻ്റെ ഒരു മാന്ത്രികത. രാവിലെ എഴുന്നേറ്റതും കാണുന്നത് ഒരു കൂട്ടം കാട്ടുപന്നികളെയാണ്. സമയം കളയാതെ രാവിലെ ഒരു കട്ടനുമൊക്കെ അടിച്ച് ഞങ്ങൾ മോർണിംഗ് ട്രെക്കിനിറങ്ങി. ഇന്ന് രാവിലത്തെ ട്രെക്കിങ്ങിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ ഈ ചങ്ങാടത്തിൽ കയറി അപ്പുറേ കരയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇക്കരയ്ക്കെത്തി. ഇന്നലെ ഈവനിങ് ട്രെക്കിന് ആനയെ തേടി കുറേ നടന്നിട്ട് കിട്ടാത്തതിൽ ഞങ്ങളെക്കാട്ടിലും സങ്കടം കുഞ്ഞുമോഞ്ചേട്ടനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ എങ്ങനെയും ആനയെ തേടി കണ്ടുപിടിച്ച് നമ്മളെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നുള്ള വാശിയിലാണ് കുഞ്ഞുമോഞ്ചേട്ടൻ. അതുകൊണ്ട് ഫ്രണ്ടിൽ വെച്ച് പിടിക്കുന്നുണ്ട് പുള്ളി. ഞങ്ങളെന്തേ പുറകെ നിൽക്കുക കേട്ടോ. എങ്ങനെയും ഇന്ന് ആനയെ കിട്ടണം, അല്ലെങ്കിൽ കുഞ്ഞുമോഞ്ചേട്ടൻ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകത്തില്ല. നമുക്കെന്തായാലും അധികം നടക്കേണ്ട വന്നില്ല. ചങ്ങാട് ഇറങ്ങി ഒരു 200 മീറ്റർ നടന്നപ്പോഴത്തേക്കിനും അപ്പുറത്തെ കരയിൽ ഒരു കൂട്ടം ആനകൾ നിൽക്കുന്നു. അക്കരയ്ക്ക് പോകാമെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച വോയിസ് ഞങ്ങളുടെ കൂടെ വന്നവരുടെ അല്ല, നമ്മുടെ കുഞ്ഞുമോഞ്ചേട്ടൻ്റെ സൗണ്ടാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഈ ഒരു ടീം എത്രമാത്രം നമ്മളോട് കോപ്പറേറ്റീവ് ആണെന്ന്. നമ്മളെക്കാട്ടിലും നമ്മളെ മൃഗങ്ങളെ കാണിച്ചു തരണം എന്നുള്ളത് അവരുടെ ഒരു വാശിയായിട്ടാണ് ഇവർ കാണുന്നത്. അപ്പം നിങ്ങൾ ടൈഗർ ട്രെയിലിൽ വരുമ്പം നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടനും സദാനന്ദൻ ചേട്ടനും പിന്നെ നമ്മുടെ വിൽവിച്ചൻ സാറും ഒക്കെ ഉള്ളൊരു ടീമാണ് നിങ്ങളുടെ കൂടെ കിട്ടുന്നതെങ്കിൽ അനിമൽ സൈറ്റിങ്ങിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇക്കരെ ചങ്ങാട് ഇറങ്ങിക്കഴിഞ്ഞ് ആനകൾ അവിടെ നിന്ന് മാറുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തണമെന്നും പറഞ്ഞ് ഞാനും കുഞ്ഞുമോൻ ചേട്ടനും കൂടെ ഓടുകയായിരുന്നു കേട്ടോ. കൈ കാണിച്ചുണ്ടോ 4 ആനകളുണ്ടെന്ന്. പുള്ളിയുടെ ഒരു ഹാപ്പിനെസ് കണ്ടോ. ഇതുപോലത്തെ ഒരു ഗൈഡിനെ കിട്ടുകയാണെങ്കിൽ കാട്ടിൽ കയറി നമുക്ക് അനിമൽ സൈറ്റിങ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആ ഒരു ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്യും. നമ്മൾ ഈ ആനകളെ അക്കരയിൽ നിന്ന് വീഡിയോ എടുത്തപ്പം 2 പിടിയാനകളുടെ നടുക്കായിട്ട്
തീരെ ചെറിയൊരു ആനക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കതിനെ കാണാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ ഈ ചെടികളുടെ പുറകിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. ആ പുറം തിരിഞ്ഞ് നിൽക്കുന്നില്ലേ, അതാണ് ഈ കൂട്ടത്തിലെ മുത്തശ്ശി ആന, ഇവരുടെ നേതാവ്. അവളുടെ വാല് കണ്ടോ മുറിഞ്ഞിരിക്കുന്നത്. കുഞ്ഞുമോൻ ചേട്ടൻ പറഞ്ഞത് ഈ ആനകൾ തമ്മിൽ കുത്തുകൂടുമല്ലോ, ആ സമയത്ത് മറ്റേ ആനയുടെ വാല് വായിലെടുത്ത് വെച്ച് കടിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ട്. അങ്ങനെയാണ് ഈ ആനകളുടെ വാല് മുറിഞ്ഞു പോകുന്നതെന്ന്. ഈ ഗോൾഡൻ ലൈറ്റിൽ ഇവരുടെ ഒരു നിപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഈ കാഴ്ചകളും കണ്ടു നിന്നപ്പം പുറകിൽ നിന്നൊരു ചോദ്യം, ഈ ആനകളെല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ കിട്ടണമെന്ന്. ചോദിച്ചതാരാണെന്നും അതിനുള്ള മറുപടി ഞാൻ എന്തായിരിക്കും പറഞ്ഞതെന്നും അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ. ഒരു കിലോമീറ്ററിനടുത്ത് ഓടിയും നടന്നൊക്കെ ആനകൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറയുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തി. എന്തായാലും ഈ 5 ആനകളെയും നമുക്ക് ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ കിട്ടി. ആനകൾക്ക് നമ്മുടെ പ്രസൻസ് മനസ്സിലായിട്ടുണ്ട്, നമ്മളിവിടെ ഉണ്ടെന്നറിയാം, പക്ഷേ എവിടെയാണെന്നറിയില്ല. അത് നിരീക്ഷിക്കാനായിട്ടാണ് ആ മുകളിലെ 2 ആനകൾ കണ്ടോ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത്. ഗ്രൗണ്ടിലെ വൈബ്രേഷൻ വരെ തിരിച്ചറിയാനുള്ള കഴിവ് ആനകൾക്കുണ്ട്. ഈ ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ മുത്തശ്ശി ആനയാണ്. ആ കുട്ടിയാനയെ എത്രയും പെട്ടെന്ന് സേഫായിട്ട് കാടിനകത്തേക്ക് കയറ്റണം. മുത്തശ്ശി ആനയും പുറകിൽ കണ്ടോ വേറൊരു ആനയും കൂടെ ആ കുട്ടിയാനയ്ക്ക് പ്രൊട്ടക്ഷനായിട്ട് അകത്തോട്ട് കയറി പോകുന്നു. എന്തായാലും നല്ല അടിപൊളി വിഷ്വലാണല്ലേ. അപ്പം മൊത്തം നമുക്കിപ്പോൾ 18 ആനകളായി. ഇന്നലെ രാവിലെ കണ്ട 11 എണ്ണം, രാത്രി 2 എണ്ണം, അപ്പം 13 ആന. ഈ 5 എണ്ണം കൂടിയായിട്ട് 18 ആനകൾ. കൂട്ടത്തിലൊരു പിടിയാന അവിടെ നിന്ന് നമ്മളെ നോക്കുന്നത് കണ്ടോ. ബാക്കി ആനകളെല്ലാം കുട്ടിയാനയും കൊണ്ട് കാടിനകത്തേക്ക് കയറിപ്പോയി. നമ്മളിവിടെ നിന്നെങ്ങാനും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് അവൾ നിന്നത്. ഒരു ആനക്കൂട്ട് കൂടിയുണ്ടെങ്കിൽ ഈ ആനക്കൂട്ടം എത്ര ശ്രദ്ധിച്ചാണ് നടക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മോർണിംഗ് ട്രക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ സദാനന്ദൻ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. നല്ല ചൂട് പൂരിയും കടലക്കറിയും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കിയതെല്ലാം കൂടിയായിട്ട് നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ക്യാമ്പ് ഷെഡിൽ നിന്ന് ബാഗും പാക്ക് ചെയ്ത് തിരിച്ചിറങ്ങുമ്പം വളരെ അപ്രതീക്ഷിതമായിട്ട് കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് കണ്ടോ, അതൊരാനയാണ്. നമ്മുടെ ക്യാമ്പ് ഷെഡിൻ്റെ തൊട്ടടുത്തൂടെ നടന്നാണ് അവൻ ലേക്കിൻ്റെ ആ ഭാഗത്തേക്ക് പോയത്. അവൻ ആ ലേക്ക് നീന്തി അപ്പുറത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ബിൽവിച്ചൻ സാർ നമ്മളോട് പറഞ്ഞത് ലേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗ്രൗണ്ടിൽ കുഴികളൊന്നുമില്ല, നല്ല ഈവൺ ആയിട്ടുള്ള സ്ലോപ്പാണ്. അതുകൊണ്ട് ആനകൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പം കുഴികളൊന്നും പേടിക്കാതെ സുഖമായിട്ട് നടന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അതുപോലെ അക്കരെ ചെന്ന് കയറുന്ന ഭാഗത്തും ഇതുപോലത്തെ ഒരു സ്ലോപ്പ് ആയതുകൊണ്ട് അവർക്ക് അധികം ടെൻഷനൊന്നുമില്ലാതെ നടന്നങ്ങോട്ട് കയറി പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വശത്തൂടെയാണ് ഇവിടുത്തെ ആനകളെല്ലാം ലേക്ക് ക്രോസ് ചെയ്യുന്നത്. ഇവൻ തന്നെ കണ്ടോ ഇപ്പം സുഖമായിട്ട് നീന്തി അങ്ങോട്ട് കയറുന്നുണ്ട്. നീന്തൽ നിർത്തി ഇപ്പം മെല്ലെ നടന്ന് കയറുന്നത് കണ്ടോ. എന്ത് രസമുള്ള കാഴ്ചയായിരുന്നല്ലേ. നമ്മുടെ പുറകിൽ നിന്ന് കാറ്റ് ആനയുടെ ഭാഗത്തേക്ക് വീശുന്നതുകൊണ്ട് അതിന് നമ്മുടെ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മെല്ലെ കയറി വരുന്ന വഴിക്ക് നമ്മളെ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടാണ് മുകളിലോട്ട് കയറുന്നത്. അതൊരു മോഴയാണ് കേട്ടോ, നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അവൻ നമ്മുടെ ക്യാമ്പ് ഷെഡിന് അടുത്തുകൂടിയാണ് ഇറങ്ങിപ്പോയതെന്ന്. അവൻ ഈ വഴിക്ക് പോയപ്പം നമ്മളെങ്ങാനും പുറത്തുണ്ടായിരുന്നെങ്കിൽ നമുക്കിട്ട് നല്ല പണി വെച്ച് തന്നേനെ അവൻ. മോഴകൾ സാധാരണ നല്ല അഗ്രസീവായിട്ടുള്ള ആനകളാണ്. ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് നല്ല കാഴ്ചകളും അനുഭവങ്ങളുമായിട്ടാണ് ടൈഗർ ട്രെയിലിൽ നിന്നും വിട പറയുന്നത്. ടൈഗർ ട്രെയിലിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.